ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ജെഎംഎസ് വെൽത്ത് ക്രിയേറ്റേഴ്സ്. ഇന്നലത്തെയും ഇന്നും നമ്മുടെ ലൈവ് ലേണിംഗ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ട്രേഡും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് ട്രേഡ് 23,400 പുട്ട് ഓപ്ഷൻ 115.20 നമുക്ക് സ്റ്റോപ്പായിരുന്നു. 23,400 പുട്ട് ഓപ്ഷൻ 23,400 പുട്ട് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 23,400 പുട്ട് ഓപ്ഷൻ നമ്മുടെ സ്റ്റോപ്പായിരുന്നു. അത് പ്രോപ്പറായിട്ട് നമുക്ക് ഇവിടെ നിന്ന് എൻട്രി കിട്ടി. ക്യാൻഡിൽ ക്ലോസിംഗ് എൻട്രി പെർസെന്റ് ഡിഫറൻസ് 15 രൂപേൻ്റെ താഴെയാണ്. നേരെ CMB കയറി നമുക്ക് ഇവിടെ നിന്ന് ഒരു 10-17 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടാണ് ആ ഒരു ട്രേഡ് സ്റ്റോപ്പ് പോയത്. അതായത് 1:1 നമ്മുടെ 1:2 ആണ് നമ്മുടെ മിനിമം ടാർഗറ്റ്. 1:1 നമുക്കൊരു പ്രോഫിറ്റ് കിട്ടിയിട്ട് നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് നമ്മുടെ എടുത്ത് ആ ഒരു ട്രേഡിൽ പിന്നെ കൗണ്ടർ ട്രേഡൊക്കെ എടുക്കാൻ പറ്റും. ഈ ഒരു ലെവൽ ബ്രേക്ക് ആയിട്ട് ഒരു ബൈയിങ് ക്യാൻഡിൽ കിട്ടിയാൽ താഴെ ട്രേഡൊക്കെ എടുക്കാം. അത് നമുക്ക് സ്റ്റോപ്പായിരുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ട്രേഡ് ഉണ്ടായിരുന്ന ഡയറക്റ്റിൻ്റെ, അത് നമുക്ക് വ്യക്തമായി ഡയറക്റ്റിൻ്റെ സ്റ്റോപ്പ് ഇട്ടായിരുന്നു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു എൻട്രി ഡയറക്റ്റ് എൻട്രിയും ബയേഴ്സ് ടേക്ക് ഓവറും നമ്മൾ 50% ക്വാണ്ടിറ്റി എടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ടാർഗറ്റ് ആയിരുന്നു. വ്യക്തമായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഒരു ലൈവ് ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഈ ഒരു ക്യാൻഡിൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് മാത്രമേ എൻട്രി എടുക്കുള്ളൂ. ഡയറക്റ്റ് എൻട്രി പ്രകാരം വ്യക്തമായിട്ട് 2 മിനിറ്റ് 16 സെക്കൻഡ് ഉണ്ടെങ്കിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു എൻട്രി ആയിരുന്നു ഈ ഒരു എൻട്രി. അത് നമുക്ക് ടാർഗറ്റ് ആയിരുന്നു 23,550 പുട്ട് ഓപ്ഷൻ 129.35 ഏകദേശം 11 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ ടൈമിലാണ് നമ്മുടെ ലൈവ് ലേണിംഗ് കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്തത്. 23,550 പുട്ട് ഓപ്ഷൻ 23,550 പുട്ട് ഓപ്ഷൻ അത് നമുക്ക് വ്യക്തമായിട്ട് ടാർഗറ്റ് ആയിരുന്നു. വ്യക്തമായിട്ട് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ആണ് ടൈമിലാണ് നമ്മുടെ ഗ്രൂപ്പിൽ ലൈവ് ലേണിംഗ് കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 50% ക്വാണ്ടിറ്റി മാത്രം ഡിപ്ലോയ് ചെയ്യുക. വ്യക്തമായിട്ട് എക്സ്പെക്ടഡ് ടാർഗറ്റ് 180 ആയിരുന്നു. അത് വ്യക്തമായിട്ട് നമുക്ക് ടാർഗറ്റ് അടിച്ചു. വലിയ ടാർഗറ്റിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇറ്റായിട്ടുണ്ട്. അതല്ല നമ്മുടെ മിനിമം ടാർഗറ്റ് എടുത്ത ആൾക്കാർക്ക് നമുക്ക് വ്യക്തമായിട്ട് ടാർഗറ്റ് ഇട്ടാണ്. കാരണം ഈ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് 20% ഡിഫറൻസ് നമ്മുടെ 15 രൂപേൻ്റെ താഴെയാണ്. നേരെ CMBയിൽ എൻട്രി എടുത്ത് 180 നമ്മുടെ ടാർഗറ്റ് ഹിറ്റാക്കി പരിപാടി എത്തി. കാരണം ഫസ്റ്റ് ഡേഡിൽ സ്റ്റോപ്പ് വന്ന് രണ്ടാമത്തെ ഡേഡിൽ നമുക്കൊരു എല്ലാം തട്ടിച്ച് കഴിഞ്ഞ് ഒരു 15 രൂപ പ്രീമിയത്തിൽ നമുക്ക് മൺഡേ എൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇന്നത്തെ രണ്ടിലോട്ട് പോകാം. ടാർഗറ്റ് ഹിറ്റായപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തത്. ഫസ്റ്റ് ഒരു എൻട്രി നമുക്ക് ഇന്നുണ്ടായിരുന്നത് 23,650 പുട്ട് ഓപ്ഷൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ 5 മിനിറ്റ് മുമ്പാണ് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തത്. 23,650 കോൾ ഓപ്ഷൻ വ്യക്തമായിട്ട് ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യാൻ ടൈമിലാണ് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തത്. ഈ ഒരു ക്യാൻഡിൽ രണ്ടാമത്തെ ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ പക്ഷേ എന്ത് സംഭവിച്ചു, ഈ ഒരു ക്യാൻഡിൽ വളരെ വലുതായിട്ട് പോയി ക്ലോസ് ചെയ്ത് ഏകദേശം CMB കയറാൻ പറ്റില്ല. 30 പോയിന്റാണ്. അതുകൊണ്ട് നമ്മൾ ലിമിറ്റ് പ്ലേസ് ചെയ്ത് പക്ഷേ നമ്മുടെ ടോപ്പ് 15 പോയിന്റ് തോണ്ടിയിട്ട് മാർക്കറ്റ് കറക്റ്റായിട്ട് പോയി ടാർഗറ്റ് അടിച്ച് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വ്യക്തമായിട്ട് വീണ്ടും നമുക്കൊരു എൻട്രി കിട്ടി. സെല്ലിംഗ് ആയാലും കിട്ടി കഴിഞ്ഞാൽ വീണ്ടും നമുക്കിവിടെ ലിമിറ്റ് വ്യക്തമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് അത് വ്യക്തമായിട്ട് നമുക്ക് ട്രിഗർ ആയിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ ടാർഗറ്റും തന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു എൻട്രി ഉണ്ടായിരുന്നു നമുക്ക് 23,800 പുട്ട് ഓപ്ഷൻ 115.90 ഏകദേശം 12 മിനിറ്റ് മുമ്പാണ് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തത്. 23,800 പുട്ട് ഓപ്ഷൻ 23,800 പുട്ട് ഓപ്ഷൻ നോക്കണമെങ്കിൽ ഇതായിരുന്നു. പക്ഷെ നമുക്ക് എൻട്രി ഒന്നും മാർക്കറ്റ് തന്നില്ല. കാരണം ഇവിടെ നോക്കണമെങ്കിൽ സെല്ലിംഗ് ക്യാൻഡിൽ മേലൊന്നും സസ്റ്റൈൻ ആയിട്ടില്ല. അതുകൊണ്ട് നമുക്കൊന്നും ലിമിറ്റ് ഒന്നും പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ട്രേഡിങ് കിട്ടിയില്ല. ഇതാണെങ്കിൽ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി. ഈ ഒരു ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യും. ഇതാണെങ്കിൽ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി പക്ഷേ സെല്ലിംഗ് ക്യാൻഡിൽ വളരെ മേളിൽ പോയി ക്ലോസ് ചെയ്യും. നമുക്കൊരിക്കലും CMB കയറാൻ പറ്റില്ല. ലിമിറ്റ് ആണെങ്കിൽ ട്രിഗർ ആയിട്ടില്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു എൻട്രി ഉണ്ടായിരുന്നത് ഇതായിരുന്നു 23,700 കോൾ ഓപ്ഷൻ 67.30 ഏകദേശം 4 മിനിറ്റ് മുമ്പുള്ളപ്പോഴാണ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ നമുക്ക് കിട്ടണമെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്ന്. 67.30 23,700 കോൾ ഓപ്ഷൻ 23,700 കോൾ ഓപ്ഷൻ ഇതായിരുന്നു നമ്മുടെ ടാർഗറ്റ് ഹിറ്റായ ട്രേഡാണ്. വ്യക്തമായിട്ട് ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യാൻ ടൈമിലാണ് വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അവിടെ നമുക്ക് രണ്ടാമത്തെ എൻട്രി ഉണ്ട്, അവിടെ എൻട്രി എടുക്കാമെന്ന് വ്യക്തമായിട്ട് നമ്മൾ നോക്കിയത്. വ്യക്തമായിട്ട് നമുക്ക് ട്രേഡിങ് കിട്ടി. ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യുന്നതോടെ CMB കയറാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻഡിൽ ക്ലോസിംഗ് 20% ഡിഫറൻസ് 15 രൂപ താഴെയാണെങ്കിൽ CMB കയറാം. അത്ര ആൾക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ
CMP ഒരിക്കലും പോയി എടുക്കാൻ പറ്റില്ല. കാരണം ക്യാൻഡി ക്ലോസിംഗ് എൻട്രി പ്രൈസ് ഡിഫറൻസ് 15 രൂപ. നമ്മുടെ മാക്സിമം സ്റ്റോപ്പ് ആയിട്ടുള്ള സിസ്റ്റം സ്റ്റോപ്പ് പ്ലസ് 15 ആയിട്ടും അതിൻ്റെ മേളിലാവുകൊണ്ട് CMP കയറാൻ പറ്റില്ല. ലിമിറ്റ് പ്ലേസ് ചെയ്യാം. വ്യക്തമായിട്ട് നമുക്ക് ലിമിറ്റ് കിട്ടി. നമ്മുടെ ടാർഗറ്റും വ്യക്തമായിട്ട് 1:2 അച്ചീവ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഡേയിൽ നമുക്ക് SL വന്നാൽ രണ്ടാമത്തെ ഡേയിൽ നമുക്ക് കവർ ചെയ്ത് 15 രൂപ പ്രീമിയത്തിൽ എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ നടന്ന കാര്യങ്ങൾ. ഇതുപോലെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലൈവിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് ഓപ്ഷൻ ബൈ ചെയ്യാൻ ലേണിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇൻഡെക്സ് ഓപ്ഷൻ ബൈയിങ് ആണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്നത്. താല്പര്യമുള്ള ആൾക്കാർ, പല ആൾക്കാരുടെയും ട്രേഡിംഗ് കോഴ്സൊക്കെ എടുത്ത് ഒരു റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യണ ഒരാളാണ് ട്രേഡ് ചെയ്യണം, അത് നിങ്ങൾക്ക് പറ്റുന്നില്ല, അനാലിസിസ് കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഇത് നമ്മുടെ ഒരു അനാലിസിന് കണ്ണും പൂട്ടിയും നിങ്ങൾ എടുക്കാനല്ല, നമ്മുടെ അനാലിസും കൂടി നോക്കുക, നിങ്ങളുടെ അനാലിസും കൂടി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ട്രേഡ് എടുക്കുക. അതല്ലെങ്കിൽ ഒരു ലേണിംഗ് ആയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ താല്പര്യം ഉള്ള ആൾക്കാർ മാത്രം ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.